സന്ധ്യയായാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഉച്ചത്തിൽ നാമജപം കേൾക്കാം. ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഇതിനാണ് ഇങ്ങനെ ഉച്ചത്തിൽ നാമം ജപിക്കുന്നത്. ഇവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ കേൾക്കാനത്. വൃക്ഷങ്ങളൊക്കെ നമ്മുടെ ഈ നാമജപം കേൾക്കുമെന്നാണ് പറയുന്നത്. അതിന് ജീവനുണ്ട്, അതിനും വളർച്ചയുണ്ട്. ഇത് നമ്മുടെ എല്ലാം വീടുകളിലുള്ള ചെറിയ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സമ്പ്രദായം കൊണ്ടുവന്നത്. അവർ ചെറിയ കുട്ടികൾ വലിയ വലിയ സ്കൂളുകളിൽ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇത്തരം നിർമ്മലമായ ചിന്തയും അവരിൽ വളർത്തിയെടുക്കണം. അവർ അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം മരങ്ങളോടുകൂടി പറയട്ടെ. അവരങ്ങനെ വളർന്നു വരുമ്പോൾ അവർക്ക് ആർദ്രമായ ഒരു മനസ്സ് കൂടി ഉണ്ടാകും. ആ വൃക്ഷങ്ങൾ അവരുടെ സ്വന്തമാണെന്ന് തോന്നും. ഇവിടെയുള്ള പുഴകളും മലകളും അവരുടെ സ്വന്തമാണെന്ന് തോന്നും. അവരുടെ ഭാഷ അവരുടെ സ്വന്തമാണെന്ന് തോന്നും. അവരുടെ സംസ്കാരം അവരുടെ സ്വന്തമാണെന്ന് തോന്നും. വീട്ടിലുള്ള മാതാപിതാക്കളും സഹോദരന്മാരും സഹോദരിമാരും മുതിർന്ന അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അവരുടെ സ്വന്തമാണെന്ന് തോന്നും. അങ്ങനെ ആർദ്രമായ ഒരു മനസ്സുള്ളവരായി അവർ വളർന്നു കണ്ടിട്ടില്ല. വേഴാമ്പലിൻ്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഈ കേരളപ്പിറവി ദിനത്തിൽ വേഴാമ്പൽ നമ്മുടെ കേരളത്തിൻ്റെ പക്ഷിയായ വേഴാമ്പൽ തന്നെയാണ് അതിന് ഉദാഹരണം. ഒരു കേരളപ്പിറവി ആശംസിക്കുന്ന വേളയിൽ തന്നെ നമ്മുടെ കുട്ടികൾ നിർമ്മലമായി ചിന്തിക്കുന്നവരും ആദർശമുള്ള മനസ്സുള്ളവരായി വളരുവാൻ വേഴാമ്പലിനെ പോലെ ആദർശമുള്ള ജീവിക്കുന്നവരുമായി വളരട്ടെ. അല്ലെങ്കിൽ പണ്ട് ദ്രൗപദി കുന്തി ദേവിയോട് പറഞ്ഞതുപോലെ പണ്ഡിതന്മാരും വീരന്മാരും ശൂരന്മാരും പരാക്രമികളുമായ 5 ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആർദ്രമായ മനസ്സുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ അവമാനിക്കപ്പെടുമായിരുന്നില്ല എന്ന് നമ്മുടെ ഇതിഹാസ നായകന്മാരെ പോലെ നമ്മുടെ കുട്ടികളും ആദർശമുള്ളവരായി ആർദ്രമുള്ള മനസ്സുള്ളവരായി നിർമ്മലമായി ചിന്തിക്കുന്നവരായി